ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വളരെ സേഫ്റ്റി ഉള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഉഗ്രൻ ഹാച്ച് ബാക്കിന്റെ കാര്യമാണ്. അത് നമ്മുടെ ടിയാഗോയാണ്. നമ്മുടെ ടാറ്റ ഇറക്കുന്ന ടിയാഗോ തന്നെയാണ്. അപ്പൊ അതിന്റെ പ്രൈസ് വെച്ച് തുടങ്ങാം. നിങ്ങൾ ഈ ഒരു ഓണത്തിന് ഇങ്ങനെ ഒരു കാർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും AMD ഓട്ടോമാറ്റിക് കാർ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് വേരിയന്റിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് വേരിയന്റിന്റെ പ്യുവർ വേരിയന്റിന്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ടാറ്റ ടിയാഗോ തുടങ്ങുന്നത് സ്മാർട്ട് എന്നുള്ള വേരിയന്റ് ആണ്. പിന്നെ പ്യുവർ പ്ലസ്, ക്രിയേറ്റീവ് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ സ്മാർട്ട് വേരിയന്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് ആണ്. അപ്പൊ അത് എടുക്കുന്നതിൽ നല്ലത് എന്റെ അഭിപ്രായത്തിൽ ഒരു പ്യുവർ വേരിയന്റിലേക്കെങ്കിലും പോവുക എന്നുള്ളതാണ്. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ പവർ വിൻഡോ ഒന്നും ഇല്ലാത്ത ഒരു വേരിയന്റ് ആണ്. അപ്പൊ അതങ്ങനെ ആരും എടുക്കാറില്ല. ഇനി അത്രയ്ക്ക് നിങ്ങൾക്ക് ടൈറ്റ് ആണെങ്കിൽ സ്മാർട്ട് വേരിയന്റ് എടുക്കാം. മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ കിട്ടുള്ളൂ. 5,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ബേസ് മോഡൽ കാർ എടുക്കാം. എങ്കിലും ഞാനിവിടെ പറയുന്നത് പ്യുവർ ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ കാര്യമാണ്. അപ്പൊ നമ്മളൊരു ഓട്ടോമാറ്റിക് വാഹനം എടുക്കണം. ഒരു സ്റ്റൈലിഷ് സേഫ്റ്റി ആയിട്ടുള്ള ഫാമിലിയൊക്കെ ആയിട്ട് ലോങ് ട്രിപ്പൊക്കെ പോകാൻ സാധിക്കുന്ന ഒരു ചെറിയ വാഹനം, അതായത് നമ്മൾ മറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോ വാഗണാർ, സെലരിയോ അങ്ങനെയുള്ളതിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ മെച്ചപ്പെട്ട സേഫ്റ്റി ഉള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക്. എനിക്കിപ്പോ പുതിയതായിട്ട് ഇറങ്ങിയ ടിയാഗോയുടെ ആ ഒരു സ്റ്റൈലിഷ് എലമെന്റ്സ് ഒക്കെ വളരെയധികം ഇഷ്ടമായി. അപ്പൊ നമ്മൾ ഒരു AMDയിലേക്ക് ആദ്യം നോക്കാം. AMD നോക്കുകയാണെങ്കിൽ പ്യുവർ AMD 7,10,000 രൂപയ്ക്ക് നമുക്ക് ഇപ്പോ ഇവിടെ നാട്ടിൽ ലഭ്യമാണ്. 7,10,000 രൂപ. മാനുവൽ ട്രാൻസ്മിഷൻ ആണെങ്കിൽ 6,60,000 രൂപ. ഒരു 50,000 രൂപയുടെ കൊടുത്ത് നിങ്ങൾക്ക് ഒരു AMD എടുക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകാം. സിറ്റി റൈഡിന് വളരെ എളുപ്പമാണ്. അതുപോലെ ഹൈവേയിലൊക്കെ ക്രൂയിസ് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഞാനിന്ന് പറയുന്നത്. അപ്പം ചില ആൾക്കാർ പറയും ഈ പ്യുവർ പ്ലസ് എടുത്തുകൂടെ, പ്യുവർ AMD എടുക്കുന്നതല്ലേ, കുറച്ചും കൂടെ പ്യുവർ പ്ലസ് അല്ലേ. ഓക്കെ, അത് നല്ലതാണ്. ഒരു 60,000 രൂപയുടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളോടെ പ്യുവർ പ്ലസിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 60,000 രൂപയിൽ ഒരു 50,000 രൂപ നിങ്ങൾക്ക് ലാഭിക്കാൻ കഴിയും. എന്തൊക്കെയാണ് നിങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടത്, അതായത് പ്യുവർ പ്ലസിൽ കൂടുതലുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ, അതായത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നിങ്ങൾക്ക് വേണം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനി ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്യുവർ പ്ലസിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് അത് ഒരു 10,000 രൂപ കൊടുത്ത് ഫിറ്റ് ചെയ്യാൻ, ബാക്ക് ക്യാമറ വിത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഫിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പ്യുവറിലേക്ക് പോകാം. അപ്പൊ ഞാൻ AMDയുടെ സ്റ്റാർട്ടിംഗ് മോഡലാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. 50,000 രൂപ ലാഭിക്കാം എന്നുള്ള രീതിയിലാണ് ബഡ്ജറ്റ് കാർ നോക്കുന്ന ആളുകൾ. ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ പ്യുവറേ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ അങ്ങനെ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്ട്രാ കിട്ടുന്ന ചോദിച്ചാൽ, പ്യുവർ പ്ലസിൽ എന്തൊക്കെ എക്സ്ട്രാ കിട്ടുന്ന ചോദിച്ചാൽ പ്രധാനമായിട്ടും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്. പിന്നെ AC വെന്റ്, പുറകിലേക്കുള്ള ബാക്കിലേക്കുള്ള AC, അതായത് പുറകിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുള്ള AC കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്യുവർ പ്ലസ് എടുക്കണം. പിന്നെ ഫിക്സഡ് ഹെഡ് റെസ്റ്റ്, നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റ് വേണമെങ്കിൽ പ്യുവർ പ്ലസ് വേരിയന്റ് എടുക്കണം. അതുപോലെ ഹാൻഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് വീണ്ടും നമുക്ക് പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ. അതുപോലെ തന്നെ ഒന്നാണ് ക്രൂയിസ് കൺട്രോൾ. നിങ്ങൾ ഹൈവേയിലൊക്കെ സ്ഥിരം ഒരു ക്രൂയിസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്യുവർ പ്ലസിലേക്ക് പോകും. ക്രൂയിസ് കൺട്രോൾ ഒന്നും രണ്ടാമത് വെക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു 60 കിലോമീറ്ററിലേക്ക് വണ്ടി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്രൂയിസ് കൺട്രോൾ ഞെക്കി കഴിഞ്ഞാൽ മതി. പിന്നെ രണ്ട് കാലും ഫ്രീ ആക്കി വെക്കാം. ബ്രേക്ക് ചവിട്ടിയാൽ ക്രൂയിസ് കൺട്രോള് അതിന്റെ ഫംഗ്ഷൻ അവിടെ നിർത്തി സാധാരണ രീതിയിലേക്ക് വരും. ഒരു 60 കിലോമീറ്ററിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രൂയിസ് കൺട്രോൾ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് മുന്നിലേക്ക് നോക്കി സ്റ്റിയറിംഗ് പിടിച്ചിരുന്നാൽ മതി. അതാണ് ക്രൂയിസ് കൺട്രോളിന്റെ ഗുണം. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നിങ്ങൾ അറിയുന്നവരെ ക്ഷമിക്കുക. ഇനി നമ്മുടെ പ്യുവർ വേരിയന്റില് നമ്മൾ ഈ ഒരു ടിയാഗോ നോക്കുകയാണെങ്കിൽ 170 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ 242 ബൂട്ട് സ്പേസ് ഉണ്ട്. 242 ലിറ്റർ. അതുപോലെ ടേണിംഗ് റേഡിയസ് 4.9 ആണ്. 35 ലിറ്ററിന്റെ ടാങ്ക് ഉള്ള പെട്രോൾ അടിക്കാവുന്ന ടാങ്ക് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു പ്യുവർ വേരിയന്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ, ഫ്ലിപ്പ് കീ, അതായത് റിമോട്ട് കീ നിങ്ങൾക്ക് കിട്ടും. ഓൺ ആൻഡ് ഓഫ് ചെയ്യാം. പിന്നെ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കത്തും. അതുപോലെ ഓൺ അടിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞെക്കിയാൽ അത് ഓൺ അടിക്കും. രാത്രിയാണെങ്കിൽ ലൈറ്റ് വരും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ 6 എയർ ബാഗ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. റിവേഴ്സ് സെൻസർ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ നോർമൽ ആന്റിനയാണ് കേട്ടോ. പിന്നെ ഡീഫോഗർ
പ്യൂറിൽ കിട്ടും. പിന്നെ വീൽ കവർ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ORVM റിയർ വ്യൂ ക്യാമറയൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രിക്കലായിട്ട് ഉള്ളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ പ്യൂറിലുള്ളതാണ്. പിന്നെ മാനുവൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഡ്രൈവർ മാനുവൽ ആയിട്ട് ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റിയറിംഗ് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റും സോങ്സിന്റെ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ കട്ട് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്യൂറിൽ കിട്ടും. പിന്നെ എന്താണ് സ്പീക്കർ കൺട്രോളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്യൂറിൽ കിട്ടും. അതിന് പ്യൂർ പ്ലസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പ്യൂർ പ്ലസിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ക്രൂയിസ് കൺട്രോളും പിന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇങ്ങനെയൊക്കെയുള്ള ഹാൻഡ് റെസ്റ്റ് ഇതൊക്കെ വേണമെങ്കിൽ മാത്രം നിങ്ങൾ പ്യൂർ പ്ലസിലേക്ക് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 50,000 രൂപ ലാഭിക്കാം. 7-10 നിങ്ങൾക്ക് ഈ ഒരു AMD എടുത്തു കഴിഞ്ഞാൽ ഒരു 10,000 രൂപയും കൂടെ നിങ്ങൾ എന്താണ് ഇട്ട് കഴിഞ്ഞാൽ ഒരു 7-20 ഞാൻ പറയട്ടെ, ഒരു 30,000 രൂപ എന്തായാലും ഡിസ്കൗണ്ട് പ്രതീക്ഷിച്ചു ഓണത്തിന്. അങ്ങനെയാണെങ്കിൽ ഒരു 6,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇറക്കാൻ പറ്റും സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു 50,000 രൂപ എന്തായാലും ലാഭിക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിവിടെ കാണിക്കുന്നത് ഹരിയാനയിലുള്ള വിലയാണ്. ഹരിയാനയിലുള്ള ഈ ഒരു വാഹനം ഇറക്കുന്നതിന്റെ ഒരു ചാർജാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇറക്കുകയാണെങ്കിൽ ഒരു 30,000 രൂപ കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും. ഒരു 7,10,000 കൂട്ടിക്കോ എല്ലാം കൂടെ. മറ്റേത് ഒരു 7,60,000 കൂട്ടിക്കോ. 50,000 രൂപ നിങ്ങൾക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യങ്ങളെ എക്സ്ട്രാ വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം. ക്രൂയിസ് കൺട്രോൾ ഒക്കെ വേണം, ഇൻബിൽട്ട് ആയിട്ടുള്ള റിവേഴ്സ് ക്യാമറ വേണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മറ്റേത് ഞാൻ പറഞ്ഞ പ്യൂർ പ്ലസ് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളൊരു വാഹനം ഇറക്കുകയാണ്, നമ്മുടെ ടിയാഗോ സേഫസ്റ്റ് ഹാച്ച് ബാഗ്, സ്മോൾ ഹാച്ച് ബാഗ് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ഈ പ്യുവർ വേരിയന്റ് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിയർ വ്യൂ ക്യാമറയും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ കമ്പനിയിൽ നിന്ന് തന്നെ ഇൻബിൽഡ് ചെയ്യാം. ഒരു 15,000 രൂപ ആണെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു 10,000 രൂപ വരും. 5,000 രൂപ എക്സ്ട്രാ കൊടുത്ത് കമ്പനിയിൽ നിന്ന് തന്നെ ഇൻബിൽട്ട് ആക്കിയിട്ട് ഇറക്കാം. ഇപ്പൊ ചില ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാവും പുറത്തുനിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ അങ്ങനെ പേടിയുള്ള ഒരാളാട്ടോ. പുറത്തുനിന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വയറിന്റെ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമോ എന്നുള്ളൊരു ഭയം ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യാം. കമ്പനിയിൽ നിന്ന് തന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ അണ്ടർ കോട്ടിങ് ചെയ്ത് ഇറക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു 5,000 രൂപ അതിനുവേണ്ടി അണ്ടർ കോട്ടിങ് ചെയ്തിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ ഇറക്കുകയാണ് നല്ലത്. ചില ആൾക്കാരൊക്കെ പറയുന്നത് 2-3 വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മളത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. കമ്പനിയിൽ നിന്ന് തന്നെ അണ്ടർ കോട്ടിങ് ചെയ്ത് ഇറക്കുന്നതായിരിക്കും നല്ലത്. മാറ്റൊക്കെ ഇടുക, ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കമ്പനിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയുള്ള വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു വാഹനമാണ് ടിയാഗോ. ഞാൻ ഓടിച്ചിട്ടുള്ളതാണ്. ഞാൻ 3 വർഷം ഉപയോഗിച്ചിട്ടുള്ള വണ്ടിയാണ്. ഒരു കുടുംബത്തിന് ഒരു ഹാച്ച് ബാക്ക് ഇറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വലിയ ബഡ്ജറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഇറക്കാനാണെങ്കിൽ നല്ലതാണ് ടിയാഗോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബലേനോയിലേക്കോ അല്ലെങ്കിൽ അൾട്രോസിലേക്കൊക്കെ പോകാം, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചിലേക്കൊക്കെ പോകാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിൽ 7 ലക്ഷം ബഡ്ജറ്റിൽ ഇപ്പൊ സെലേരിയോ അതുപോലെ വാഗണാർ ഒക്കെ എടുക്കുന്നതിലും കുറച്ചും കൂടെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്ക് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടിയാഗോയിലേക്ക് പോകാം. പിന്നെ റീസെയിൽ വാല്യൂ കുറച്ചും കൂടെ നല്ല എഞ്ചിൻ മാരുതിയുടെ ആയിരിക്കും. ഈ എഞ്ചിൻ ഒരിക്കലും മോശമല്ല കേട്ടോ. 1.2 റിവോൾട്രോൺ എഞ്ചിൻ ടിയാഗോയുടെ ട്രസ്റ്റഡ് സേഫ് ആയിട്ടുള്ള എഞ്ചിനാണ്. കുറച്ച് വലിയ കുറവുണ്ടെന്നേ ഉള്ളൂ. ഓവർടേക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് നോക്കി ഓവർടേക്ക് ചെയ്യണം, ഒന്ന് ഡൗൺ ഒക്കെ ചെയ്ത് ഓവർടേക്ക് ചെയ്യണം എന്നുള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.